قلبي دوما يغمرني من فيض ضياء. آيات المولى تدفعني نحو العليا، والكون الواسع في صدري أحضنه أرضا وسماء. يا ربي قد نلت منايا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة. സൂറത്തുൽ മുർസലാത്തിലെ 15 ആയത്തുകൾ വരെയാണ് നമ്മൾ പഠിച്ചത്. 15ാമത്തെ ആയത്താണ് ഇനി വിശദമായി പഠിക്കാനുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈലുൻ യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. തൊട്ട് മുമ്പുള്ള ആയത്തുകളിൽ നമ്മൾ പറഞ്ഞത് പ്രവാചകന്മാരെയൊക്കെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഖിയാമത്തിന്റെ ദിവസം ആകാശങ്ങൾ പിളരുകയും നക്ഷത്രങ്ങൾ അതിൻ്റെ വെളിച്ചം നഷ്ടപ്പെടുകയും പർവ്വതങ്ങൾ പൊടിയാക്കപ്പെടുകയും ചെയ്യുന്ന ആ മഹാവിപത്തുണ്ടാകുന്ന ദിവസം, അന്നേ ദിവസം പ്രധാനമായി സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ് 15ാമത്തെ ആയത്തിൽ സൂചിപ്പിക്കുന്നത്. വൈലുൻ യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ. മുകദ്ദിബീങ്ങളായ ആളുകൾക്ക്, സത്യനിഷേധികൾക്ക് അന്നേ ദിവസം മഹാനാശമാണ് ഉണ്ടാവുക. ഖിയാമത്ത് നാൾ അല്ലെങ്കിൽ തീരുമാനത്തിന്റെ ദിവസം എന്താണ് എന്ന് അങ്ങേക്കറിയാമോ എന്ന് ചോദിച്ചിട്ടാണ് അല്ലാഹു തആല ഈ ആയത്ത് പറയുന്നത്. വമാ അദ്റാക മാ യൗമുൽ ഫസ്ൽ. തീരുമാനത്തിന്റെ ദിവസം എന്താണെന്ന് അങ്ങേക്കറിയാമോ എന്നിട്ടാണ് ഇത് പറയുന്നത്. അന്നേ ദിവസം ഇത്തരം ആളുകൾക്ക് മഹാനാശമായിരിക്കും ഉണ്ടാവുക എന്ന്. മുകദ്ദിബുൻ എന്ന് പറഞ്ഞാൽ സത്യനിഷേധി, അതിന്റെ പ്ലൂറലാണ് മുകദ്ദിബൂൻ, സത്യനിഷേധികൾ. യൗമഇദിൻ എന്ന് പറഞ്ഞാൽ അന്നേ ദിവസം. വൈലുൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദമായി പഠിക്കാം. അത് സംബന്ധമായ അഭിപ്രായങ്ങളൊക്കെ പറയാം. ഏതായാലും ഇവിടെ അല്ലാഹു തആല സത്യനിഷേധികൾക്ക് അന്ന് മഹാനാശത്തിന്റെ ദിവസമായിരിക്കുമെന്ന് പ്രസ്താവിച്ചു. ഈ ഒരു പ്രസ്താവന ഈ സൂറയിൽ 10 പ്രാവശ്യം അല്ലാഹു തആല ആവർത്തിച്ചിട്ടുണ്ട്. വൈലുൻ യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ എന്ന ഈ ഒരു പ്രസ്താവന, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് 10 പ്രാവശ്യം ഈ സൂറയിൽ തന്നെ അല്ലാഹു തആല ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നത് കാണാം. അതിന്റെ ഗൗരവം സൂചിപ്പിക്കാനാണ്. ഓരോ സംഗതികളും പറഞ്ഞതിന് ശേഷം പറയും വൈലുൻ യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ. അന്നേ ദിവസം മുകദ്ദിബീങ്ങളായ ആളുകളെ നിങ്ങൾക്ക് മഹാനാശമാണ്. അവർ ചിന്തിച്ച് മനസ്സിലാക്കട്ടെ, ഇത് ഉൾക്കൊള്ളട്ടെ എന്ന് കരുതിയാണ് അല്ലാഹു തആല അതിന്റെ ഗൗരവം സൂചിപ്പിക്കാനാണ് ഇത് ആവർത്തിച്ചു പറഞ്ഞത്. എന്താണ് വൈൽ എന്ന് പറഞ്ഞാൽ? നമ്മളൊക്കെ പലപ്പോഴും കേൾക്കുന്നതാണ് അല്ലേ, വൈലുൽ ലിൽ മുസല്ലീന അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. എന്താണ് വൈൽ കൊണ്ടുള്ള ഉദ്ദേശം? നമുക്ക് പറയാം. പണ്ഡിതന്മാർ, മുഫസ്സിരീങ്ങൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇത് സംബന്ധമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹദീസിലുണ്ട്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി, എനിക്ക് നരകം കാണിക്കപ്പെട്ടു, അതിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ ഒരു താഴ്വരയാണ് വൈൽ എന്നത്. അപ്പോൾ അവിടെ നിന്ന് എന്ത് മനസ്സിലായി? വൈൽ എന്ന് പറഞ്ഞാൽ നരകത്തിലെ ഒരു താഴ്വരയാണ് എന്ന് മനസ്സിലായി. ഞാൻ ആ നരകത്തിൽ ഒരു താഴ്വരയും കണ്ടില്ല, വൈൽ എന്നതിനേക്കാൾ വലിയ ഒരു താഴ്വരയും കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ താഴ്വര വൈൽ ആണ്. വേറെ ഹദീസിലുണ്ട്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം, നരകത്തിൽ ഒരു താഴ്വരയുണ്ട്, അൽ വൈലു വാദിൻ ഫി ജഹന്നം. വൈൽ എന്ന് പറഞ്ഞാൽ നരകത്തിലൊരു താഴ്വരയാണ്. അതിലൊരു കാഫിർ ഇട്ട് കഴിഞ്ഞാൽ, ഒരു കാഫിറിനെ അതിലേക്ക് ഇട്ടാൽ 40 വർഷമെങ്കിലും എടുക്കും അവൻ അതിൻ്റെ അടിയിലേക്ക് എത്താൻ. അതുപോലെ തന്നെ അതിൽ ചില കുന്നുകളുണ്ട്, ആ കുന്നുകളിലേക്ക് കയറിപ്പോകാനും ഇത്രയും വർഷമെടുക്കും. അങ്ങനെയാണ് മേലക്കണ് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ എത്തിയ ഉടനെ താഴോട്ട് ഇത്രയും ആഴത്തിലേക്ക് താഴെ വീണ്ടും ഇതിലേക്ക് തന്നെ താഴെ വീഴുകയും ചെയ്യും. അങ്ങനെ താഴെ വീണ് മേലെ കയറി വീണ്ടും താഴെ വീണ് ഇങ്ങനെ അവർ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കും എന്നും ഹദീസുകളിൽ കാണാം.
അത് വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ 40 വർഷം എന്നൊക്കെ പറഞ്ഞാൽ വേറെയും പല അഭിപ്രായങ്ങളും അവിടെ പറയപ്പെട്ടിട്ടുണ്ട്. എത്രയാണ് ഇതിന് ആഴം എന്നൊക്കെ സൂചിപ്പിക്കാൻ. ഇത് ഈ ഒരു വയലിനെ കുറിച്ച്, ഈ ഒരു താഴ്വരയെക്കുറിച്ചാണ് അതവിടെ അങ്ങനെ പറഞ്ഞത്. മറ്റൊരു അഭിപ്രായം, വയൽ എന്ന് പറഞ്ഞാൽ നരകത്തിലെ ആളുകളുടെ ചെലവും അവർ ഛർദ്ദിച്ചതും അതല്ലെങ്കിൽ അവരുടെ ചീഞ്ചലവും ഒക്കെ ഒലിച്ചു വന്ന് കൂടി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നരകത്തിൻ്റെ അടിഭാഗത്ത് അതിൽ താമസിക്കുന്ന ആളുകളിൽ നിന്ന് ഒലിച്ചു വരുന്ന ഇത്തരം ചീഞ്ചലങ്ങളൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു ഏരിയ, അതിനാണ് വയൽ എന്ന് പറയുക എന്ന് മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു. എന്ന് പറഞ്ഞാൽ വലിയ ദുർഗന്ധമുള്ള ഒരു ഏരിയയായിരിക്കും അത്. അതിനേക്കാൾ മ്ലേച്ഛമായ ഒരു സ്ഥലം അള്ളാഹിൻ്റെ പുണ്യാവലി അവിടെ ഉണ്ടാവില്ല. അത്രയും മ്ലേച്ഛമായ സ്ഥലം, അത്രയും ചീത്ത വാസനയുള്ള സ്ഥലം, കയ്പുള്ള, കറുത്ത, ഇങ്ങനെയൊക്കെ മഹാമോശമായ ഈ ചീഞ്ചലം കൂടി നിൽക്കുന്ന ഏരിയക്കാണ് വയൽ എന്ന് പറയുന്നത്. ഇവിടെ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അഭിപ്രായപ്പെട്ടത് ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ്. അതായത് വയൽ എന്ന് പറഞ്ഞാൽ നരകത്തിലൊരു താഴ്വരയാണ്. ആ താഴ്വരയിലാണ് നരകക്കാരുടെ ചീഞ്ചലങ്ങൾ ഒലിച്ചു വരുന്നത്. അപ്പോൾ രണ്ടും കൂടെ യോജിച്ചല്ലോ. അതായത് നരകത്തിലൊരു താഴ്വര തന്നെയാണ്, ആ താഴ്വരയിലാണ് ഇവരുടെ ചലവും മറ്റുമൊക്കെ ഒലിച്ചിറങ്ങിയെത്തുന്നത്. അതാണ് വയൽ എന്ന് പറയുന്ന ഭാഗം. ഒരുപാട് മുഫസ്സിറുകൾ, ഇമാം തബരി അടക്കം ഇത്തരം ഒരു അഭിപ്രായത്തിനാണ് മുൻതൂക്കം കൊടുത്തത്. പ്രത്യേകിച്ച് സൂറത്തുൽ മുത്തഫിഫീനിലെ ആ ഒരു വിഷയം പറഞ്ഞിടത്തും അവിടെ വയലുൻ എന്ന് പറഞ്ഞിടത്തും ഇതുതന്നെയാണ് അവർ അഭിപ്രായപ്പെട്ടത്. വയലുല്ലിൽ മുത്തഫിഫീൻ എന്നുണ്ടല്ലോ. വയലുല്ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദാ ഖാലു അലന്നാസി യസ്തൗഫൂൻ വഇദാ ഖാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ. അളവിലും തൂക്കത്തിലും കമ്മി വരുത്തുന്ന ആളുകൾക്ക് വയൽ എന്ന നരകമുണ്ട്, അല്ലെങ്കിൽ മഹാനാശമുണ്ട്. അവിടെ വയൽ എന്നതിന് ഇമാം തബരി റഹ്മത്തുള്ളാഹി അടക്കമുള്ള മുഫസ്സിരീങ്ങൾ അഭിപ്രായപ്പെട്ടത് നമ്മൾ ഈ പറഞ്ഞ അഭിപ്രായമാണ്. അതായത് വയൽ എന്ന് പറഞ്ഞാൽ നരകത്തിലൊരു താഴ്വരയാണ്. അവിടെയാണ് നരകക്കാരുടെ സ്വദീദ് അല്ലെങ്കിൽ ചലം ഒക്കെ ഒലിച്ചിറങ്ങി അടിഞ്ഞുകൂടി നിൽക്കുന്നത്. സൂറത്തുൽ മാഊനിൽ നമ്മൾ എപ്പോഴും ഓതാറുള്ള ചെറിയ സൂറകളിൽപ്പെട്ട ഒരു സൂറയാണ് അല്ലേ. വൈലുൽ ലിൽ മുസല്ലീന അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ. ഫവൈലുൻ, അപ്പോൾ നാശമുണ്ട്, അതല്ലെങ്കിൽ നരകമുണ്ട്, നരകത്തിൽ ഈ താഴ്വരയുണ്ട്. ആർക്ക്? ലിൽ മുസല്ലീന, നിസ്കരിക്കുന്ന ആളുകൾക്ക്. എന്താണ് അവരുടെ പ്രത്യേകത? എല്ലാ നിസ്കാരക്കാർക്കും അല്ല. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അശ്രദ്ധരായി നിസ്കരിക്കുന്ന ആളുകൾക്ക് വയൽ എന്ന നരകമുണ്ട്. പിന്നെയോ അല്ലദീന ഹും യുറാഊന, റിയാ, ലോകമാന്യം കാണിക്കുന്ന ആളുകൾക്ക്, ആളുകൾ കാണട്ടെ എന്ന് വിചാരിച്ച് അമലുകൾ ചെയ്യുന്ന ആളുകൾക്കും വയൽ എന്ന നരകമുണ്ട്. വയംനഊനൽ മാഊൻ, ചെറിയ ചെറിയ പരോപകാര വസ്തുക്കളെ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാതെ തടഞ്ഞു വെക്കുന്ന ആളുകൾക്കും നരകമുണ്ട്. അപ്പം ഇവിടെയൊക്കെ ഇമാം തബരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഇവർക്ക് ഈ ഒരു താഴ്വരയിലാണ് അവരുടെ താമസം എന്നാണ്. ഇവിടെ നിസ്കാരക്കാർ, നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധരായവരെന്ന് പറഞ്ഞതിന് വിവിധ തഫ്സീറുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ നിസ്കാരത്തെ അവഗണിച്ച് കൃത്യമായി സമയം പാലിക്കാതെ കുറ്റകരമായ രൂപത്തിൽ ഖളാ ആക്കിക്കൊണ്ട് നടക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ നിസ്കാരത്തിൽ വേണ്ടത്ര ഖുശൂ' ലഭിക്കാത്തവരാണ് എന്ന അഭിപ്രായമുണ്ട്. നിസ്കാരത്തെ വേണ്ടത്ര ഗൗനിക്കാത്ത ആളുകളാണ്, നിസ്കരിക്കാനൊക്കെ ഒരു മടിയുള്ള ആളുകളാണ് എന്നൊക്കെ ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആയത്താണിത്. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. ആയത്തിൻ്റെ വാക്കർത്ഥം അങ്ങനെയാണ്, അശ്രദ്ധരായി നിസ്കരിക്കുന്ന ആളുകൾ എന്ന്. പരമാവധി നിസ്കാരത്തിലൊക്കെ ഖുശൂഉം ഖുദൂഉം ഉണ്ടാവാൻ, ഭയഭക്തി ഉണ്ടാവാൻ നമ്മൾ ശ്രമിക്കുക. അത് ഉണ്ടാക്കിയേ പറ്റൂ. ആദ്യം എന്നോടാണ് ഞാൻ പറയുന്നത്. നിസ്കാരത്തിൽ നമ്മൾ കയറിയാൽ പല ആലോചനകളാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. നമ്മൾ ചിന്തിക്കണം. നിസ്കാരം അള്ളാഹുവിനോടുള്ള സംഭാഷണമാണ്. അപ്പോൾ അള്ളാഹുവിനോട് വർത്തമാനം പറയുമ്പോൾ വേറെയുള്ള കാര്യങ്ങൾ ആലോചിക്കാൻ പറ്റും. നമ്മൾ ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ അയാളെ മുഖത്ത് നോക്കിയാൽ അല്ലെങ്കിൽ അയാളോട് പറയേണ്ട കാര്യങ്ങൾ അയാളോട് നേരിട്ടല്ല പറയും. ആ സമയത്ത് നമ്മൾ മറ്റെന്തെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഇല്ലല്ലോ. ആരോടാണോ നമ്മൾ സംസാരിക്കുന്നത് അയാളോടല്ലേ നമ്മുടെ ശ്രദ്ധ മുഴുവനും അയാളിലേക്കല്ലേ ഉണ്ടാവേണ്ടത്. മുനാജാത്താണല്ലോ നിസ്കാരം. അപ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് ആ ഒരു ചിന്ത, റബ്ബിൻ്റെ മുമ്പിലാണെന്നൊരു ചിന്ത ശരിക്കും ഉണ്ടായാൽ പിന്നെ വേറൊന്നും ആലോചിക്കൂല എന്നാണ്.
അല്ലെങ്കിൽ ഇതെൻ്റെ അവസാനത്തെ നിസ്കാരമാണെന്ന് ആലോചിക്കുക. റബ്ബേ, ഇനി എനിക്കൊരു നിസ്കരിക്കാൻ സമയമില്ലെങ്കിലും ഞാൻ അടുത്ത മരിച്ചു പോയാലോ അടുത്ത വക്തിന് മുമ്പ് എന്നാലോചിച്ചാൽ ആ നിസ്കാരം ശരിയാവും. അസ്രായേൽ അലൈഹി സ്വലാം എൻ്റെ ഒപ്പമുണ്ട്, എന്നെ കൂടെ കൊണ്ടുപോകാൻ വന്ന് റെഡിയായി നിൽക്കുന്നുണ്ട് മലക്കുൽ മൗത്ത് എന്നാലോചിച്ചാൽ നിസ്കാരം ശരിയാവും. സ്വർഗം വലത് ഭാഗത്തും ഇടത് ഭാഗത്തും നരകവുമുണ്ട് എന്ന് ആലോചിച്ചാലും നിസ്കാരം ശരിയാവും. ഇങ്ങനെ നിസ്കാരം പരമാവധി റെഡിയാക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു തആല നമ്മളെ സഹായിക്കട്ടെ. ആമീൻ. ഏതായാലും ഇത്തരം ആളുകൾക്ക് വയലുണ്ട്, അതുപോലെ തന്നെ അളവ് തൂക്കത്തിൽ കുറവ് വരുത്തുന്ന ആളുകൾക്കും വയലുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആശ്വസിക്കേണ്ട. അളവ് തൂക്കങ്ങളിൽ കുറവ് വരുത്തുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും കുറവ് വരുത്തണം എന്നാണ് അർത്ഥം. എല്ലാറ്റിനും അളവുണ്ട്. അത് പിന്നെ കച്ചവടക്കാർക്ക് മാത്രം പറഞ്ഞ വിഷയമല്ല, അത് നമുക്കൊക്കെ ബാധകമാണ്. ഒളു എടുക്കുകയാണെങ്കിൽ ആ ഒളുവിൽ നമ്മൾ എന്തെങ്കിലും കുറക്കുന്നുവെങ്കിൽ അത് മുത്തഫിഫീൻ എന്നതിൽ പെടും എന്നാണ്. നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കാരത്തിൽ നമ്മൾ എന്തെങ്കിലും കുറക്കുകയാണ്, നിസ്കാരം ചുരുക്കുകയാണ് നമ്മൾ, അതിൽ നിന്ന് എന്തെങ്കിലും കുറച്ചെടുക്കുകയാണെങ്കിൽ അതൊരു കുറക്കലാണ്. ഇങ്ങനെ എല്ലാറ്റിലും കുറവ് വരുത്തുന്ന ആളുകൾ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് ചെയ്യുക. അത് കച്ചവടമാണെങ്കിലും നിസ്കാരമാണെങ്കിലും ഒതുവാണെങ്കിലും ഒന്നും അതിൽ നിന്ന് കുറക്കാതെ പെർഫെക്റ്റായി ചെയ്താൽ ഈ വയൽ ഉണ്ട് എന്ന് പറയുന്ന ഈ സംഗതികളിൽ നമുക്ക് രക്ഷപ്പെടാം. പിന്നെ അപ്പോൾ 2 അഭിപ്രായമാണ് നമ്മൾ പറഞ്ഞത്. മൂന്നാമതൊരു അഭിപ്രായം, വയൽ എന്ന് പറഞ്ഞാൽ അത് കഠിനമായ ശിക്ഷയെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് പറഞ്ഞത്. നരകത്തിലുള്ള ഒരു കഠിനമായ ശിക്ഷയെക്കുറിച്ചാണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരും ഉണ്ട്. അപ്പോൾ അതൊരു താഴ്വരയാണെന്ന അഭിപ്രായമുണ്ട്. നരകത്തിലെ ആളുകളുടെ ചലം ഒഴുകി വരുന്ന ഒരു ഏരിയയാണെന്ന അഭിപ്രായമുണ്ട്. ഇനി ഇങ്ങനെ ഈ ചലം ഒഴുകി വരുന്ന ഒരു താഴ്വരയാണ് എന്ന മറ്റൊരു അഭിപ്രായമുണ്ട്. അതല്ല, നരകത്തിൽ അന്ന് ഉണ്ടാകുന്ന നരകക്കാർക്ക് ഏൽക്കാൻ പോകുന്ന വലിയൊരു ശിക്ഷയാണ് എന്ന അഭിപ്രായവും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ഏതായാലും നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ മനസ്സറിഞ്ഞ് അല്ലെങ്കിൽ മനസ്സിരുത്തി ചിന്തിച്ച് അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് ആദ്യം എന്നോട് തന്നെ എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് നിസ്കാരത്തിൻ്റെ കാര്യം, നമ്മളൊക്കെ സുബഹി നിസ്കാരത്തിൻ്റെ കാര്യമായാലും അസ്ർ നിസ്കാരത്തിൻ്റെ കാര്യമായാലും ഒക്കെ എല്ലാ വക്തിൻ്റെയും ചില ഫംഗ്ഷനുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നിസ്കാരം ഖളാ ആകുന്നതൊക്കെ എന്നൊരു ഫാഷനായി മാറിയിട്ടുണ്ട്. കല്യാണങ്ങളോ അതല്ലെങ്കിൽ മറ്റുള്ള പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ ളുഹ്ർ നിസ്കാരം ഖളാ ആവുക, അസ്ർ ഖളാ ആവുക, അതല്ലെങ്കിൽ ആ നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കുന്നതിന് തൊട്ടൊരു അശ്രദ്ധയുണ്ടാവുക. അതൊക്കെ ഈ പറയപ്പെട്ട സൂറത്തുൽ മാഊനിൽ പറയപ്പെട്ട പരാമർശത്തിൻ്റെ ഉള്ളിൽപ്പെട്ടു. നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് നിസ്കാരം ഖളാ ആകുന്നതിന് മുമ്പാണ് നിസ്കരിച്ചാൽ പോരെ എന്ന്. അത് എന്തെങ്കിലും കാര്യങ്ങളോ കാരണങ്ങളോ ഉണ്ടെങ്കിൽ ആ നിസ്കാരത്തിൻ്റെ സമയം തീരുന്നതിന് മുമ്പ് നിസ്കരിച്ചാൽ മതി. പക്ഷേ ഏറ്റവും നല്ലത് അവ്വൽ വക്തിൽ തന്നെ നിസ്കരിക്കലാണ്. അവ്വൽ വക്ത് എന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുത്ത ഉടനെ 10-20 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ പള്ളിയിലൊക്കെ ജമാഅത്ത് നടക്കാറുള്ളത് പോലെ ആ സമയത്ത് തന്നെ നിസ്കരിക്കുക. അത് തന്നെ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു കൃത്യമായ നിസ്കാരം നിലനിർത്തുന്നൊരു നിഷ്ഠ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. തോന്നുമ്പോൾ സല്ലി അല്ല, തോന്നുമ്പോഴല്ല നിസ്കരിക്കേണ്ടത്. കൃത്യസമയത്ത് അതൊരു നിഷ്ഠയാക്കി കൊണ്ട് നടക്കുക. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നിസ്കാരത്തിൻ്റെ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമല്ല ചെയ്യേണ്ടത്. നമ്മുടെ നിസ്കാരത്തിനനുസരിച്ച് നമ്മുടെ സൗകര്യം മാറ്റുക ചെയ്യേണ്ടത്. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നിസ്കാരം മാറ്റമല്ല ചെയ്യേണ്ടത്. നമ്മുടെ നാടുകളിലൊക്കെ സാധാരണ കണ്ടുവരുന്നൊരു ഏർപ്പാടാണ് ളുഹ്റും അസ്റും ഒക്കെ പല വീടുകളിലും ഒന്നിച്ച് നിസ്കരിക്കുന്നൊരു പരിപാടി. എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലെ ജോലികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ളുഹ്ർ ബാങ്കൊക്കെ കൊടുത്തറിയാൻ അസ്ർ ബാങ്ക് കൊടുക്കാനാവുന്ന സമയത്ത് കുളിയൊക്കെ കഴിഞ്ഞ് ളുഹ്ർ നിസ്കരിക്കും. ആ നിസ്കരിച്ച ആ പായയിൽ തന്നെ ഇരുന്നിട്ട് എന്താവും, അസ്ർ ബാങ്ക് കൊടുത്തറിയാൻ അസ്ർ നിസ്കരിച്ച് എഴുന്നേൽക്കും. തെറ്റ് എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് സ്ഥിരമായി അങ്ങനെ ഒരു പതിവ് കൊണ്ടു നടക്കാൻ നമുക്ക് പറ്റുകയില്ല. എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം അങ്ങനെ ആയാൽ അത് പോട്ടെ. എല്ലാ ദിവസവും ഇങ്ങനെ നിസ്കാരത്തെ പിന്തിച്ച് ഈ ഒരു രൂപത്തിലേക്ക് നിസ്കാരത്തെ നമ്മൾ 2ാം നമ്പറായി കാണുന്നൊരു ഏർപ്പാട് നമ്മുടെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല. നിസ്കാരത്തിന് സമയത്ത് നിസ്കരിക്കുക. എന്നിട്ട് നിങ്ങൾ പണിയെടുത്തോളൂ, വീട്ടുജോലികളോ മറ്റു കാര്യങ്ങളൊക്കെ തീർത്തോളൂ. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, പ്രത്യേകിച്ച് സഹോദരിമാർ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അള്ളാഹു തആല നമ്മളെ സഹായിക്കട്ടെ. ആമീൻ. നിസ്കാരത്തിലൊക്കെ നമുക്ക് ഖുശൂഉം ഖുളൂഉം ഭയഭക്തിയും റബ്ബ് തരട്ടെ. അള്ളാഹുവിൻ്റെ മുമ്പിലാണ് എന്നൊരു ചിന്ത നിസ്കാരത്തിൽ നമുക്ക് ഉണ്ടാവട്ടെ. പിശാച് നമ്മളെ പരമാവധി പഴിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഇൻഷാ അല്ലാഹ് 16ാമത്തെ ആയത്ത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.